നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഇഷ്ടഗായിക എന്നതിലുപരി നടിയും അവതാരകയും എന്നുവേണ്ട റിമി കൈവയ്ക്കാത്ത മേഖലകൾ ചുരുക്കമാണ്. അവതരണത്തിൽ പേളിമണിയെ വെല്ലാൻ മറ്റൊരാൾ ഉണ്ടാകുമോ എന്നുള്ള സംശയം ചിലരുടെയെങ്കിലും മനസ്സിൽ നിൽക്കുമ്പോഴാണ് റിമിയുടെ അവതരണം കൊണ്ട് ഒരിക്കൽ മമ്മൂക്ക പോലും സ്റ്റേജിൽ പൊട്ടിച്ചിരിച്ചു പോയത്. റിമി പാട്ടുപാടാൻ വേദിയിലെത്തിയാൽ പോലും നിറഞ്ഞ കയ്യോടുകൂടിയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. കാരണം ആ വേദിയെ എങ്ങനെ തന്നിലേക്ക് എത്തിക്കണമെന്ന് കൃത്യമായ ഒരു പ്ലാൻ റിമിക്കുണ്ട്. വലിയ പ്രഗത്ഭമതികൾ വേദിയിലുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് റിമിയുടെ സംസാരം കേൾക്കുമ്പോഴാണ് സന്തോഷം തോന്നുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. റിമി ടോമി ശരിക്കും ഒരു പ്രചോദനമാണ്. ചിരിക്കുന്ന റിമിയുടെ മുഖം നൽകുന്ന പോസിറ്റിവിറ്റി ഒന്ന് വേറെ തന്നെയാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതം അതിസുന്ദരമാക്കുകയാണ് താരം. 40-കാരിയായ റിമി പഴയതിലും സുന്ദരിയായിട്ടുണ്ട് എന്നാണ് ആരാധകരുടെ സംസാരവും. ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശമാധവൻ എന്ന ചിത്രത്തിലൂടെയാണ് റിമി ടോമി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത്. ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു റിമി ആദ്യമായി മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയത്. നിറയെ അനുമോദനങ്ങൾ പിടിച്ചുപറ്റിയ ആദ്യ ഗാനത്തിനു ശേഷം നിരവധി സിനിമകളിലും റിമി പാടിയിട്ടുണ്ട്. അവതരണത്തിലും ആലാപനത്തിലും മികവ് തെളിയിച്ച റിമി അഭിനയത്തിലും തിളങ്ങി. ജയറാം നായകനായി എത്തിയ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് അഭിനയിച്ച ആദ്യ ചിത്രം. ചിത്രത്തിൽ ജയറാമിന്റെ ഭാര്യയുടെ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. പിന്നീട് അഭിനയത്തിലേക്ക് അധികം എത്തിയില്ലെങ്കിലും റിയാലിറ്റി ഷോ ജഡ്ജായി റിമി സജീവമാണ്. ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും ഒന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനൊരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും റിമി ടോമി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു. റോയ്സുമായുള്ള വിവാഹവും വിവാഹമോചനവും നടന്നിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും ഒറ്റയ്ക്കുള്ള ജീവിതം നയിക്കുകയാണ് താരം. ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താമെന്ന് ചിന്തിക്കുന്ന ഒരാൾ കൂടിയാണ് റിമി. റോയ്സുമായുള്ള വിവാഹമോചനത്തിന്റെ കാരണം ഇതുവരെയും എവിടെയും റിമി ടോമി തുറന്നു പറഞ്ഞിട്ടില്ല. മുൻപൊരിക്കൽ റോയ്സ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയെങ്കിലും ഒരിക്കലും റിമി അതിനോട് പ്രതികരിച്ചിരുന്നില്ല. റിമിയുമായുള്ള ഡിവോഴ്സിന് ശേഷം റോയ്സ് മറ്റൊരു വിവാഹം ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇനി റിമിക്കൊരു വിവാഹം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇനി എപ്പോഴാണ്, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരും. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.